ദേവരായ മാസ്റ്റർ ജയേട്ടൻ വഴി തന്നെ പരിചയപ്പെട്ടതാണ്. ഞാൻ ധൈര്യപൂർവ്വം ദേവരായ മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ജയേട്ടൻ്റെ സംഗീത ജീവിതത്തെ അധികരിച്ചുകൊണ്ട് ഉപാസന എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ആ ജയൻ്റെ കാര്യമല്ലേ, ഇയാളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ ജയേട്ടനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ സനൽ പോയിട്ട് ഞാനും കൂടെ ചെന്നൈയിൽ പോകുന്നു. ചെന്നൈയിൽ ഞങ്ങൾ ആദിത്യ റെസിഡൻസിയിൽ താമസിക്കുന്നു. അവിടെ നിന്ന് ദേവരായ മാസ്റ്റർ വീട്ടിലേക്ക് പോകുന്നു. ദേവരായ മാസ്റ്റർ ഇൻ്റർവ്യൂ തരുന്നു. ജയേട്ടനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ആദ്യത്തെ ഗാനം ഭാസ്കരൻ മാസ്റ്റർ എഴുതി ചിദംബരനാഥ് സാർ ചെയ്ത ഒരു മുല്ലപ്പൂമാലയുമായി എന്ന പാട്ടാണെങ്കിലും ആദ്യം പുറത്തിറങ്ങുന്നത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന കളിത്തോഴനിലെ പാട്ടാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഡയലോഗ് ഹൃദയസ്ഥമാണ്. ഡയലോഗ് അതാണല്ലോ ഒരു നടൻ്റെ ആത്യന്തികമായ ജോലി എന്ന് പറഞ്ഞാൽ അയാൾ ഡയലോഗ് പഠിക്കുക എന്നുള്ളതാണ്. ഈ ഡയലോഗ് പഠിക്കുന്നു, സംവിധായകനൊരു മൂമെൻ്റ് ഇട്ട് തരുന്നു, അതിനിടയിൽ നമ്മളിത് പറയുന്നു. പക്ഷേ ഇതിനിടയിൽ നമ്മളെ കഥാപാത്രമാണെന്ന് വിശ്വസിക്കുന്നു. കഥാപാത്രമാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ കഥാപാത്രമാവുന്നു. അതേതൊരു പ്രോസസ്സ് അകത്ത് നടക്കുന്നുണ്ട്. അവിടെയാണ് മനോധർമ്മത്തിൻ്റെ പ്രത്യേകത. മനോധർമ്മം പ്രയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരാക്ടർ പുറത്തു വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം മുദ്രാരാട്സം എന്നൊരു നാടകം ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ നേടിയ, ഞാനായിരുന്നു അതിലെ പ്രധാന കഥാപാത്രം ചാണക്യൻ. ആ ക്യാരക്ടർ എനിക്ക് നിരന്തരമായി എന്നെക്കൊണ്ട് പരിശീലിപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഓട്ടംതുള്ളലിൽ നിന്നും പഠിച്ച താളങ്ങൾ, കലാശങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നെ പരിശീലിപ്പിച്ചത്. പക്ഷേ ആ ക്യാരക്ടർ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ആരോ ഒരാൾ, അതായിരിക്കണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ സർഗാത്മകത, എന്നെ ഉണർത്തുക ആയിരുന്നു. വളരെയധികം പ്രശസ്തി പിടിച്ചു പറ്റിയ, എന്നെക്കൊണ്ടല്ല, ഞാൻ വലിയ കാര്യം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, ആ ഡയറക്ടറുടെ, ജോസ് ചെറുമേൽ എന്ന സ്ക്ലോ ഡ്രാമയിലെ ആദ്യത്തെ ബാച്ചിലെ ഏറ്റവും മിടുകനായിരുന്ന എൻ്റെ നാട്ടുകാരനായ ജോസേട്ടൻ്റെ, അദ്ദേഹമാണ് എന്നെ ഉള്ളിൽ നിന്ന് ഈ കഥാപാത്രത്തെ കണ്ടെത്തിയതും വികസിപ്പിച്ചതും. അത് തിയേറ്റർ ഡേയ്സ്. അപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ കലാരൂപം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കലയിൽ നിന്ന് നാടകത്തിലേക്ക്. പക്ഷേ നാടക പ്രവർത്തനങ്ങളിൽ 10-20 നാടകങ്ങളൊക്കെ ഞാൻ അഭിനയിച്ചു. അതെവിടെയോ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് പോവുകയും പിന്നീട് അരങ്ങിൽ തുടരണമെന്ന താല്പര്യം എൻ്റെ ഉള്ളിൽ വളരെയധികം കൂടി വരികയും ചെയ്തപ്പോഴാണ് എന്തുകൊണ്ട് ഒരു പുതിയ കല എന്ന രീതിയിൽ ഒരു ഹാസ്യാനുകരണ കല ആരംഭിച്ചുകൂടാ എന്ന ചിന്തയുണ്ടാകുന്നു. അതിൻ്റെ ഒരു അവതരണം 2-3 അവതരണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സംവിധായകനായിട്ടുള്ള ജോസ് ചെറുമലിനോടൊപ്പം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരു 2-3 ആർട്ടിസ്റ്റുകൾ വരാതായപ്പോൾ ആ കോളേജിലെ ഗവൺമെൻറ് കോളേജ്, അവിടുത്തെ എൻ്റെ നാട്ടുകാരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒരു സ്റ്റോപ്പ് ക്യാപ്പ് അറേഞ്ച്മെൻ്റ് എന്ന രീതിയിൽ തൽക്കാലം രക്ഷപ്പെടാൻ, അവർക്ക് ഓഡിയൻസിനെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടി എന്നോട് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഗുരുനാഥൻ്റെ ജോസ് ചിറമലിൻ്റെ മുഖത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടമാണ്, ഇവിടെ നീ അവരെ സഹായിക്കണം, നിനക്കറിയുന്ന പോലെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി നേരത്തെ പറഞ്ഞൊരു ആദിമധ്യാന്തങ്ങളോ ഒന്നുമില്ലാതെ അങ്ങ് പെർഫോം ചെയ്യാൻ തുടങ്ങി. വലിയ കരഘോഷത്തോടെ പ്രേക്ഷകരത് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഞാനത് വിട്ടു. അടുത്ത ആഴ്ച വേറെ കോളേജിൽ നിന്ന് വരുന്നു. അന്ന് ഗവൺമെൻറ് കോളേജിൽ അവതരിപ്പിച്ച പരിപാടി വീണ്ടും അവതരിപ്പിക്കാമെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചതിന് പേര് വേണം. ജോസ് ചെറുമേൽ എന്ന എൻ്റെ ഗുരുനാഥനെ പറഞ്ഞല്ലോ നാടക, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വേണുചേട്ടൻ എന്ന് പറയും, മാതാവ് വേണു എന്നാണ് വിളിക്കുക. അദ്ദേഹം എന്നോട് ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇതിന് നീ കാരിക്കേച്ചർ എന്ന് പേരിടണം, ഹാസ്യചിത്രം എന്നർത്ഥം വരാവുന്ന. കാരണം മിമിക്രി ഇവിടെ ഉണ്ട്, മിമിക്സ് പരേഡുണ്ട്, 3-4 ആളുകൾ നിരന്ന് നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന കലയുണ്ട്. അതിൽ നിന്ന് നീ ചെയ്യുന്ന ഈ ഏകാംഗ പ്രക്രിയയ്ക്ക്, അതല്ലെങ്കിൽ ഒരു ഏകാംഗ പ്രകടനത്തിന് ഒരു നോവൽറ്റി ഉള്ളൊരു പേര് വേണം എന്ന് നിർദ്ദേശിച്ച അദ്ദേഹമാണ്. അങ്ങനെയാണ് ഞാൻ കാരിക്കേച്ചർ അറിയാമല്ലോ, അത് പരിപൂർണമായും ചിത്രകാരന്മാരുടെ ഒരു ഹാസ്യകലാ സങ്കേതമാണ്. കാർട്ടൂൺ എന്നൊക്കെ പറയുന്ന പോലെ മുഖത്തിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വസ്തുവിനെ, മുഖത്തിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒന്നിനെ വലുതാക്കി വരയ്ക്കുക. ഇപ്പം ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ പറയാം. ശ്രീനിവാസൻ എന്ന ആക്ടറുടെ കാരിക്കേച്ചർ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മൂക്ക്, നസീർ സാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നീണ്ട ഭംഗിയുള്ള മൂക്ക്, അങ്ങനെ
ആ എന്താണോ മോഹൻലാൽ എന്ന നടൻ്റെ താടി, അതിനെ പെരുപ്പിച്ച് വരച്ച് നമ്മളിൽ ചിരിയുണ്ടാക്കുന്ന, നർമ്മമുണ്ടാക്കുന്ന ഒരു കലയാണ് ചിത്രകാരന്മാർക്ക് കാരിക്കേച്ചർ. പക്ഷെ അതിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതിനെ എക്സാഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കാരിക്കേച്ചർ എന്ന് പറഞ്ഞ കലാരൂപം ചിത്രകാരന്മാരുടെ ഭാഷയിൽ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഞാനതിനെ ലൈവ് കാരിക്കേച്ചറായി ചെയ്യുമ്പോൾ അവിടെ ഞാൻ എക്സാഗ്രേറ്റ് ചെയ്യും. അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഭരത് ഗോപിയാശാൻ്റെയും നെടുമുടി വേണുചേട്ടൻ്റെയും സത്യൻ സാറിനെയും നസീർ സാറിനെയും മോഹൻലാൽ എന്ന നമ്മുടെ ലാലേട്ടനെയും അഴീക്കോട് മാഷ്, MT സാറ്, ONV സാർ തുടങ്ങിയ സാഹിത്യ ഗുരുനാഥന്മാരെയും, ശബ്ദത്തിലൂടെ ഞാൻ P ജയചന്ദ്രൻ എന്ന എൻ്റെ മറ്റൊരു പ്രിയപ്പെട്ട ഗായകൻ്റെ ശബ്ദത്തെയും കവിതകളെയും ഒക്കെ ഞാൻ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അത് ഏകദേശം ഒരു 35 വർഷമായി. 35 വർഷം, ഇപ്പോൾ 35ാമത്തെ വർഷം ഞാനിപ്പോഴും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട വേദികളിൽ മാത്രമേ, എനിക്ക് വളരെ താല്പര്യമുള്ള സദസ്സിൽ മാത്രമേ ഞാനിപ്പോൾ പോകാറുള്ളൂ. അപ്പോൾ അതൊരു എൻ്റെ ഒരു ജീവിതയാത്രയിലെ ഒരു തിരിഞ്ഞു നോട്ടമാണ്. ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഞാൻ എന്നെപ്പറ്റി അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ എന്നിരുന്നാലും കേരളത്തിൻ്റെ ഒരു അഭിനയ രംഗത്ത് നിന്ന് കാരിക്കേച്ചറിലെത്തി, അവിടെ നിന്ന് ആദ്യത്തെ സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റ് 94 ഞാൻ പെർഫോം ചെയ്തു തുടങ്ങി. പുതുവർഷ പരിപാടികൾ, ന്യൂ ഇയർ ആഘോഷങ്ങൾ, പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ്, അവതാരകൻ, അങ്ങനെ കുറേ പരിപാടികളിലൂടെ ഞാൻ ആ ചാനലുകളിലൂടെ എൻ്റെ ഷോകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ എൻ്റെ പെർഫോമൻസ് ഇപ്പോഴും നടക്കുകയാണ്. അതിനകത്തെല്ലാം ഒരു ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് സാമൂഹ്യ വിഷയങ്ങളെ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അന്നന്ന് നടക്കുന്ന വിഷയങ്ങളെ എല്ലാത്തിനെയും അവതരിപ്പിക്കുക എന്ന, ആളുകളെ രസിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു അവതരണ രീതിയുടെ ഒരു പ്രയോക്താവ് എന്ന രീതിയിൽ ഞാനിങ്ങനെ വന്നത്. എനിക്ക് എൻ്റെ കലാജീവിതത്തിൻ്റെ ഈ ഇത്രയും വർഷത്തിനിടയ്ക്കുള്ള കലാജീവിതത്തിനിടയിൽ മരിച്ചുപോയ മഹാനടന്മാർ, ഇപ്പോൾ നമ്മുടെ സത്യൻ സാറും നസീർ സാറ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും സാംസ്കാരിക ഗുരുനാഥന്മാരും എല്ലാവരും എൻ്റെ പ്രോഗ്രാം കണ്ട് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരുപാട് പുരസ്കാരങ്ങളൊക്കെ അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരിക്കേച്ചറിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ ഒരു കലാരൂപം അവതരിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായ എൻ്റെ നാടിനെ, കേരളം എന്ന് പറയുന്ന ഈ നാട്ടിൽ ജനിച്ച് ലോക മലയാളികൾക്ക് മുന്നിൽ അത് ഓരോ കാലത്തും ഓരോ തരത്തിലാണ് അവതരിപ്പിക്കുക. മലയാളത്തിൻ്റെ ഭാഷാ വൈവിധ്യങ്ങൾ, ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളൊരു യാത്ര, അതിലൂടെ ഞാൻ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ, ഓരോ ജില്ലയിലുമുള്ളവർ, അത് സിനിമാ നടന്മാർ, സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, പിന്നെ ഓരോ ജില്ലയിലെയും ഭാഷകളുടെ പ്രയോഗത്തിൻ്റെ വ്യത്യാസങ്ങൾ, ഗാനങ്ങൾ, കവിതകൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു യാത്ര. അതും വർഷങ്ങൾ കുറേയായിട്ട് ഞാൻ ഇപ്പോഴും ആളുകളുടെ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ താല്പര്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം, നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു കലയാണിതൊക്കെ. ഇതൊക്കെ ശബ്ദത്തിലൂടെ, നമ്മുടെ ശബ്ദത്തിലൂടെ, അതിൻ്റെ ഒരു വേരിയേഷനിലൂടെയാണ് ഇതൊക്കെ പിറന്നു വീഴുന്നത്. നിരന്തരമായ നമ്മുടെ ഒരു വായനയും നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആവുകയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംഗീതവാസനയെ ഉണർത്തുകയും അതിലൂടെ ഞാൻ ഏറെ ആരാധിക്കുന്ന കവികളുടെ കവിതകൾ പാടുകയും ഏറ്റവും പ്രിയതരങ്ങളായ ചലച്ചിത്ര ഗാനങ്ങളെ, അതായത് മലയാള ഭാഷയ്ക്ക് ഒരുപാട് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ മഹാന്മാരായ, ഇപ്പോൾ കവികളും ഗാനരചയിതാക്കളുമായ ഞാനേറെ ആരാധിക്കുന്ന വയലാർ രാമവർമ്മ, ഭാസ്കരൻ മാസ്റ്റർ,
ONV കുറുപ്പ് സാറ്, ശ്രീകുമാരൻ തമ്പി സാറ്, ബിച്ചു തിരുമല തുടങ്ങിയിട്ടുള്ള പൂവച്ചൽ ഖാദർ, നമ്മുടെ അവരുടെയൊക്കെ കൈതപ്രം, എൻ്റെ സ്നേഹിതൻ ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങിയവരുടെ യൂസഫ് അലി കേച്ചേരി, ജയകുമാർ സാറ്, കാവാലം സാറ്, ഇവരുടെയൊക്കെ പാട്ടുകളിലൂടെ ഇങ്ങനെ ഒരു യാത്ര നടത്തും. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള മലയാളത്തിൻ്റെ ജനപ്രിയമായ ഒരു അവതരണത്തിൽ ഏറ്റവും ജനപ്രിയമായത് എന്ന് ഞാൻ കരുതുന്നു. കാരണം അത് ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് നമ്മുടെ കേരളത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും വയലാറിൻ്റെയൊക്കെ പാട്ടുകൾ കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ വയലാറിൻ്റെ പാട്ട് മാത്രം ഓർത്താൽ മതി. പുഴ കണ്ടാലൊരു പാട്ടുണ്ട്, മല കണ്ടാലൊരു പാട്ടുണ്ട്, കടലിനെ കണ്ടാലൊരു പാട്ടുണ്ട്, തെങ്ങ് കണ്ടാലൊരു പാട്ടുണ്ട്, ഒരു ക്ഷേത്രം കണ്ടാൽ ഒരു പാട്ട് വരും. അങ്ങനെ ഉള്ള പാട്ടുകൾ. ഗ്രാമം കണ്ടാലൊരു പാട്ട് വരും, നഗരം കണ്ടാലൊരു പാട്ട് തോന്നും. അലഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മളൊന്നും ആവാതിരുന്ന, ഇപ്പോഴും ആയിട്ടില്ല, അലഞ്ഞ് നടക്കുമ്പോൾ നാം കേട്ട, നമ്മുടെ ഉള്ളിൽ അറിയാതെ വന്ന് കയറിയ ചില ഗാനങ്ങളുണ്ട്. സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ, പക്ഷേ എനിക്ക് അവയോടുള്ള പ്രണയം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് ഇതൊക്കെ എൻ്റെ തലച്ചോറിൽ ഞാൻ അറിയാതെ ഫീഡ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ദാസേട്ടൻ, നമ്മുടെ ആദരണീയനായ മഹാഗായകൻ, അദ്ദേഹത്തിനെ കാണുക, പിന്നെ നമ്മുടെ ഭാവനിലാവ് പരത്തിയ മഹാഗായകൻ, ഭാവഗായകൻ ജയചന്ദ്രൻ ചേട്ടനുമായിട്ട് സൗഹൃദം ഉണ്ടാവുക, അതിലൂടെ ദേവരായ മാസ്റ്ററെ പരിചയപ്പെടുക, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നമുക്ക് ഒരു ഓട്ടോഗ്രാഫ്, ഈ ഒരു പേപ്പറിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ കിട്ടുന്ന ഓട്ടോഗ്രാഫിനേക്കാൾ വലിയ ഓട്ടോഗ്രാഫുകളാണ് ഇവരൊക്കെ നൽകിയത്. അപ്പോൾ അഭിനയ കലയിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഭരത് ഗോപി ആശാൻ, ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ആക്ടേഴ്സിൽ ഒരാളാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദം, എൻ്റെ തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഗോപി ആശാൻ്റെ മുഖം, ദേവരായ മാസ്റ്റർ മുഖം, കെ രാഘവൻ മാസ്റ്റർ മുഖം, എല്ലാം എൻ്റെ മനസ്സിലെ ഫ്രെയിമിലിങ്ങനെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണ്. ഇപ്പം ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഓർത്തൊരു കാര്യം, ദേവരായ മാസ്റ്റർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ്. വയലാർ രാമോർമ്മ എഴുതി ദേവരാജ മാസ്റ്റർ ഈണമിട്ട പാട്ടുകളാണ് എൻ്റെ ശ്വാസം, അല്ലെങ്കിൽ എൻ്റെ നൊസ്റ്റാൾജിയ. ചാനലുകൾക്കൊന്നും ഇൻ്റർവ്യൂ കൊടുക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ദേവരായ മാസ്റ്റർ. അത് പറയാൻ കാരണം, എൻ്റെ സുഹൃത്ത് സനൽ പോറ്റി, ഇപ്പം മരിച്ചുപോയ സനൽ, ജീവൻ ടി വിയിലെ പ്രോഗ്രാം ഹെഡായിരുന്ന കാലത്ത് പി ജയചന്ദ്രൻ ചേട്ടൻ്റെ സംഗീത ജീവിതത്തിലൂടെയൊരു യാത്ര വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ജയേട്ടൻ്റെ ഒരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്, അതിന് ഉപാസന എന്നൊക്കെയാണ് പേര്, അപ്പോൾ അതൊന്ന് ആങ്കർ ചെയ്യണം, ജയേട്ടൻ്റെ സംഗീത ജീവിതത്തിലൂടെ സംസാരിക്കുക. അങ്ങനെ ഞങ്ങളൊരു 100ഓളം എപ്പിസോഡ് പോയി. പക്ഷേ അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. ജീവൻ ടി വിയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചോദിച്ചപ്പോൾ ഇല്ലയെന്നാണ് പറഞ്ഞു. സനൽ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ പരിപാടി ഒന്നുകൂടെ വലുതാക്കണം, നമുക്ക് കുറച്ച് ഇൻ്റർവ്യൂസ് സംഘടിപ്പിക്കണം, ദേവരായ മാസ്റ്റർ ഇൻ്റർവ്യൂ കിട്ടുമോ? ഞാൻ പറഞ്ഞു, ദേവരായ മാസ്റ്റർ ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ ജയേന്ദ്രൻ ചേട്ടൻ പറഞ്ഞാൽ കിട്ടും. അങ്ങനെ ജയേന്ദ്രൻ ചേട്ടനോട് ഞാൻ പറയുന്നു, ജയേട്ടാ നമുക്ക് ദേവരായ മാസ്റ്റർ ഇൻ്റർവ്യൂ, അത് കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു ജയേട്ടൻ്റെ ഒരു. കാരണം ജയേട്ടനും വളരെ ഭക്തി ബഹുമാനങ്ങളോടെയാണ് മാസ്റ്ററെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, MSV സാറിനെ, മെല്ലിശ്ശേരി മന്നൻ പറഞ്ഞു, MSV സാറിനെ സംഘടിപ്പിക്കാം, പിന്നെ എനിക്ക് ആദ്യത്തെ പാട്ട് നൽകിയ ചിദംബരം സാറിനെ സംഘടിപ്പിക്കാം. അതൊക്കെ എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചാൽ അവർ തരും. മാസ്റ്ററുടെ കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ എനിക്ക് തോന്നി, ഞാൻ ദേവരായ മാസ്റ്റർ ജയേട്ടൻ വഴി തന്നെ പരിചയപ്പെട്ടതാണ്. ഞാൻ ധൈര്യപൂർവ്വം ദേവരായ മാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ജയേട്ടൻ്റെ സംഗീത ജീവിതത്തെ അധികരിച്ചുകൊണ്ട് ഉപാസന എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ജയൻ്റെ കാര്യമല്ലേ, ഇയാളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ ജയേട്ടനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ സനൽ പോയിട്ട് ഞാനും കൂടെ ചെന്നൈയിൽ പോകുന്നു. ചെന്നൈയിൽ ഞങ്ങൾ ആദിത്യ റെസിഡൻസിയിൽ താമസിക്കുന്നു.
അവിടെ നിന്ന് ദേവരായ മാസ്റ്റർ വീട്ടിലേക്ക് പോകുന്നു. ദേവരായ മാസ്റ്റർ ഇൻ്റർവ്യൂ തരുന്നു. ജയേട്ടനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ആദ്യത്തെ ഗാനം ഭാസ്കരൻ മാസ്റ്റർ എഴുതി ചിദംബരനാഥ് സാർ ചെയ്ത ഒരു മുല്ലപ്പൂമാലയുമായി എന്ന പാട്ടാണെങ്കിലും ആദ്യം പുറത്തിറങ്ങുന്നത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന കളിത്തോഴനിലെ പാട്ടാണ് 1966. ആ പാട്ടിൻ്റെ റിഹേഴ്സലിനെ കുറിച്ച് പറയുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ജയേട്ടൻ്റെ സംഗീത ജീവിതത്തിലൂടെ ദേവരായ മാസ്റ്റർ ഇൻ്റർവ്യൂ ചെയ്യുന്നു. പിറ്റേ ദിവസം MSV സാറിൻ്റെ അടുത്ത് പോകുന്നു. MS വിശ്വനാഥൻ സാറിൻ്റെ അടുത്ത് ജയേട്ടന് ഒട്ടനവധി ഹിറ്റുകൾ കൊടുത്ത, ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത ഗാനത്തിൻ്റെ സൃഷ്ടാവാണ് MSV സാർ. MSV സാറിന് ഇൻ്റർവ്യൂ ചെയ്യുന്നു. ചിദംബരം സാറിന് ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ തൃശ്ശൂർക്കാരിലല്ല മലയാളത്തിൻ്റെ സ്വന്തം ജോൺസേട്ടന് ഇൻ്റർവ്യൂ ചെയ്യുന്നു. KS ചിത്ര ഇൻ്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ അവരുമായിട്ടൊക്കെയുള്ളൊരു സൗഹൃദത്തിൻ്റെ ഒരു വലിയ പാലം എൻ്റെ കലാജീവിതത്തിൽ. അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ്സ്. P. ഭാസ്കരൻ മാസ്റ്റർ ഏഷ്യാനെറ്റിൽ വെച്ച് കാണുന്നതും സംസാരിക്കുന്നതും, രാഘവൻ മാസ്റ്ററെ തലശ്ശേരി പോയി കാണുന്നതും, അദ്ദേഹത്തെ നിരന്തരമായി പോയി കണ്ടിരുന്നതും, ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന വാക്കിൻ്റെ യജമാനൻ എന്നാണ് പറയേണ്ടത്, അദ്ദേഹവുമായി ഒരു വലിയ അടുപ്പമുണ്ടാകുന്നതും, VR സുധീഷ് എന്ന എൻ്റെ സുഹൃത്ത് വഴി തൃശ്ശൂരിൽ വെച്ച് സാറിനെ അടുപ്പമാകുന്നു. മരണം വരെ അഴീക്കോട് സാറിൻ്റെ കൂടെ യാത്ര ചെയ്യാനും അദ്ദേഹവുമായി നർമ്മം പങ്കിടാനും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിടം നേടാനും ഒക്കെ കഴിഞ്ഞ ഒരു മഹാഭാഗ്യത്തിൻ്റെ, ഞാനീ പറഞ്ഞല്ലോ, ഞാനീ പറഞ്ഞ മഹാരഥന്മാരായ ആളുകളെല്ലാവരും എന്നെപ്പോലെ ഒരു ചെറിയ ഒരു കലാകാരനോട് കാണിച്ച സ്നേഹം, അവരെനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ താളുകളിൽ എഴുതി തന്ന ഓട്ടോഗ്രാഫുകൾ, ഭരതേട്ടനുമായിട്ടുള്ള എൻ്റെ ഒരു കണ്ടുമുട്ടൽ 94 കാലത്ത്. ഓട്ടംതുള്ളൽ അറിയുന്ന ഒരാളെ പരിചയമുണ്ടോ എന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് ഭരതേട്ടൻ ചോദിച്ചപ്പോൾ, ഓട്ടംതുള്ളലുമായി ബന്ധപ്പെട്ടൊരു പെർഫോമൻസ് ചെയ്യുന്ന ഒരാളുണ്ട്, അയാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭരതേട്ടനെ പോയി കാണുന്നതും മരിക്കുന്നത് വരെ ഉണ്ടായ വലിയൊരു ആത്മബന്ധം. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.